Dear students, now we are moving to part 3 of module 4, the Consumer Protection Act 1986. Unfair trade practices. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻസ് ആണ്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷനാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. A malpractice of a trader that is unethical or fraudulent, and these practices cause an inconvenience or grievance to consumers. ഒരു ട്രേഡർ നടത്തുന്ന ഒരു അൺഎത്തിക്കലോ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള മാൽ പ്രാക്ടീസിന് പറയുന്ന പേരാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. ആൻഡ് ദീസ് പ്രാക്ടീസസ് കോസ് ഇൻകൺവീനിയൻസ് ഓർ ഗ്രീവൻസ് ടു കൺസ്യൂമേഴ്സ്. ദെൻ സെക്ഷൻ 2(1) സബ്സെക്ഷൻ ആർ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഈ മാൽ പ്രാക്ടീസിന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓർ യൂട്ടിലൈസേഷൻ ഓഫ് എനി ഗുഡ് ഓർ സർവീസ് ബൈ അഡോപ്റ്റിംഗ് എ ഡിസെപ്റ്റീവ് മെത്തേഡ് ഓർ പ്രാക്ടീസ്. ഒരു തെറ്റായിട്ടുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഏതൊരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെയോ ഡിസ്ട്രിബ്യൂഷൻ ഓർ യൂട്ടിലൈസേഷൻ നടത്തുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. ആൻഡ് ദിസ് ട്രേഡ് പ്രാക്ടീസസ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ഫോർ പ്രൊമോഷൻ ഓഫ് സെയിൽ. ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രേഡ് പ്രാക്ടീസസ് എല്ലാം നടത്തുന്നതെങ്കിൽ യൂസിങ് ഡിസെപ്റ്റീവ് മെത്തേഡ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. അപ്പോൾ അതിലേതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. First one is an oral or written statement or visible representation that falsely represent a good or service to be of a particular standard, quality, grade and so on. ഒരു ഓറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു വിസിബിൾ റെപ്രസെൻറ്റേഷൻ നടത്തുകയാണ് ട്രേഡർ that falsely represents a good or service to be of a particular standard, quality, grade and so on. ഒരു ഗുഡ് അയാൾ സെയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ഗുഡിന് ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എല്ലാം ഉണ്ടെന്ന് പറയാം. പക്ഷേ ആക്ച്വലി അത് അത്ര ഇല്ല. അങ്ങനെ ഇല്ലാത്തൊരു സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും ഫോൾസായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്നാണ് പറയുക. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഫോൾസ്ലി റെപ്രസെൻറ്റ് എനി റീബിൽഡ്, സെക്കൻഡ് ഹാൻഡ്, റീകണ്ടീഷൻഡ് ഓർ റിനോവേറ്റഡ് ഓൾഡ് ഗുഡ് ആസ് ന്യൂ വൺ. ഒരു പഴയ ഗുഡിനെ ഫോൾസ്ലി റെപ്രസെൻ്റ് ചെയ്യുക ഒരു ന്യൂ ഗുഡായിട്ട്. ഒരു സെക്കൻഡ് ഹാൻഡ് ഗുഡോ റീകണ്ടീഷൻഡ്, റിനോവേറ്റഡ് അല്ലെങ്കിൽ ഒരു ഓൾഡ് ഗുഡിനെ ന്യൂ ഗുഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. Next one is represents that a good or service that has sponsorship, approval, uses, benefits and so on which they do not have. ഒരു ഗുഡിന് അതിനില്ലാത്ത ബെനിഫിറ്റും യൂസസും ഒക്കെ ഉണ്ടെന്ന് തെറ്റായി ധരിപ്പിക്കുക ആണെങ്കിൽ അതും അൺഫെയർ ട്രേഡ് പ്രാക്ടീസാണ്. നെക്സ്റ്റ് വൺ ഇസ് മിസ്ലീഡിംഗ് ഓർ ഫാൾസ് റെപ്രസെൻറ്റേഷൻ റിഗാർഡിംഗ് ദ നീഡ് ആൻഡ് യൂസ്ഫുൾനെസ് ഓഫ് എനി ഗുഡ് ഓർ സർവീസ്. ഒരു ഫാൾസ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേഷൻ നടത്തുകയാണ് റിഗാർഡിംഗ് ദ നീഡ് ആൻഡ് യൂസ്ഫുൾനെസ് ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ്. ആ ഒരു ഗുഡ് നമുക്ക് ആവശ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, എന്നാൽ അങ്ങനെ ഒരു നീഡ് അതിനില്ല, അല്ലെങ്കിൽ അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് യൂസ്ഫുൾ. അങ്ങനെയുള്ള കേസുകളിലൊക്കെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്നാണ് പറയുക. നെക്സ്റ്റ് വൺ ഇസ് എനി വാറണ്ടി ഓർ ഗ്യാരണ്ടി ഓഫ് ദ പെർഫോമൻസ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലൈഫ് ഓഫ് ദ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന് ഇല്ലാത്തൊരു ലൈഫ്, ഇത്രയും കാലം ആ പ്രോഡക്റ്റ് ഉണ്ടാവുമെന്ന് വെറുതെ ഒരു ഗ്യാരണ്ടി ഓർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുക. ബട്ട് ആക്ച്വലി ആ പ്രോഡക്റ്റിന് അത്ര ലൈഫ് ഉണ്ടാവില്ല എന്നാണെങ്കിൽ അതിനും അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്നാണ് പറയുക. നെക്സ്റ്റ് ഇസ് മിസ്ലീഡിങ് ഇമേജ് ഓഫ് ദ ഗുഡ് ഓർ സർവീസ് ഓർ ട്രേഡ് ലൈക്ക് ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. വെറുതെ ഒരു ഇമേജ് ഉണ്ടാക്കുകയാണ്, ഈ ഒരു പ്രോഡക്റ്റിന് മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ an unfair trade practice. Now second one, an advertisement published in any newspaper or other means of communication to the general public may also result in unfair trade practice if the price communicated is misleading or a bargain price. നമ്മൾ പേപ്പറിലൊക്കെ കാണാൻ ചിലപ്പോൾ ഒരു ഫുൾ പേജ് ആഡ് ഉണ്ടാവും, ഓഫേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ആക്ച്വലി ആ ഷോപ്പിൽ ചെന്ന് നോക്കുമ്പം അത്രയും ഓഫേഴ്സൊന്നും അവിടെ പ്രിവെയിൽ ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള കേസുകളിൽ, അതായത് ജനറൽ പബ്ലിക്കിന് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഒരു ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് ഒരു പ്രൈസ്, ആൻഡ് അത് മിസ്ലീഡ് ചെയ്ത് ആ കസ്റ്റമേഴ്സ് ഷോപ്പിൽ ചെല്ലുമ്പോൾ അത്രയും പ്രൈസ് ഇല്ല, അല്ലെങ്കിൽ ഒരു ബാർഗെയിൻ പ്രൈസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതും ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസാണ്. ദിസ് മീൻസ് ദാറ്റ് an unfair trade practice would be when
A rational individual on reading, hearing or seeing the advertisement would think to be a bargain price as compared to the product's original sales price. ഒരു പ്രോഡക്റ്റിൻ്റെ ഒറിജിനൽ സെയിൽസ് പ്രൈസിന് പകരം അതൊരു ബാർഗെയിൻ പ്രൈസ് ആണെന്ന് വിചാരിച്ച് ഒരു റാഷണൽ ഇൻഡിവിജ്വൽ കസ്റ്റമർ ഇവരുടെ ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുകയാണെങ്കിൽ അങ്ങനെ അവരെ ആ ഷോപ്പിലേക്ക് എത്തിക്കാൻ മിസ്ലീഡ് ചെയ്യാൻ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് an unfair trade practice. Third one, wrong or deceitful permission or expressions like offering gift, prices and so on without any intention of actually fulfilling the expression. നമ്മളൊരു എക്സ്പ്രഷൻ എക്സ്പ്രസ് ചെയ്യാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ദാറ്റ് ഒരു ഓഫർ ഉണ്ട് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട് പ്രൈസസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓഫർ ഒക്കെ പ്രൊവൈഡ് ചെയ്യാണ്. പക്ഷേ ആ ഓഫറൊന്നും കൊടുക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, ആ ഒരു ഗിഫ്റ്റ് പ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് ആൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. Second one is putting across a product as free of charge when it is actually not, as the cost is being covered partly or wholly in the transaction amount. ഫ്രീ ഓഫ് ചാർജ് ആയിട്ടാണ് നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുന്നത് എന്നുള്ളൊരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ ആക്ച്വലി ആ ഒരു പ്രോഡക്റ്റ് പാർട്ട്ലി അതിൻ്റെ റേറ്റ് തന്നെ പാർട്ട്ലി ആയിട്ട് ആ ഒരു അതിൻ്റെ കോസ്റ്റ് നമ്മൾ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ആൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. പാർട്ട്ലിയോ ഹോളിയോ ആയിട്ട് ആ എമൗണ്ട് നമ്മൾ കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് കൊടുക്കുന്ന ഇമേജ് ദാറ്റ് പ്രോഡക്റ്റ് ഈസ് അവൈലബിൾ ഫ്രീ ടു ദെം എന്നാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ആൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. നെക്സ്റ്റ് ഇസ് കണ്ടക്റ്റിംഗ് ഗെയിംസ് ഓഫ് ചാൻസ് ഓർ സ്കിൽ ലൈക്ക് ദ ലോട്ടറി ഇൻ ഓർഡർ ടു പ്രൊമോട്ട് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു ഗെയിംസ് അല്ലെങ്കിൽ ലോട്ടറി പോലെയുള്ള ഒരു ചാൻസ് ഓർ സ്കിൽ ഒക്കെ വെറുതെ കാണിക്കുകയാണ് ആൻഡ് അതിൻ്റെ കൂടെ ആ സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ആൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. നോട്ട് ഗ്രാൻഡിങ് പാർട്ടിസിപ്പൻസ് ഓഫ് എ സ്കീം their price by closing the information about the final result of the scheme. കസ്റ്റമേഴ്സിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിം പെട്ടെന്ന് അങ്ങ് ക്ലോസ് ചെയ്യാണ് വിത്തൗട്ട് ഗിവിങ് ദ ഫൈനൽ റിസൾട്ട് ഓഫ് ദ സ്കീം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഗെയിമിന്, ഒരു സീരീസ് ഓഫ് ഗെയിം ആണെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമറിനെ ചീറ്റ് ചെയ്യാണ് വിത്തൗട്ട് declaring the final result of the scheme, then it is also an unfair trade practice. Next one is allowing the sale of product having the knowledge or reason to believe that the product is not up to the standard of a competent authority, and this could be in terms of design, content, packaging, etc. ഒരു സ്റ്റാൻഡേർഡ് അതോറിറ്റി, ഒരു കോമ്പീറ്റൻ്റ് അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡിൻ്റെ അത്ര ആ ഒരു പ്രോഡക്റ്റ് എത്തിയിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ അത് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ മാത്രമല്ല, അതിപ്പോൾ ഡിസൈൻ ആവാം, കണ്ടൻ്റ് ആവാം, പാക്കേജിങ് ആവാം, എന്തും ആവാം, അതിനൊക്കെ ഒരു കോമ്പീറ്റൻ്റ് അതോറിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാതെയാണ് നമ്മളത് വിൽക്കുന്നതെങ്കിൽ, ട്രേഡർ അത് സെയിൽ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ആൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. And last one is permitting the hoarding or destruction of products with the intention of raising the prices of goods. ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ അല്ല എന്ന് തോന്നിപ്പിച്ചിട്ട് അതിൻ്റെ പ്രൈസസ് കൂട്ടാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ആൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. നമ്മൾ ഈ പൂഴ്ത്തി വെപ്പ് എന്നൊക്കെ പറയില്ലേ, ഒരു പ്രോഡക്റ്റ് ശരിക്കും അവൈലബിൾ ആയിരിക്കും പക്ഷേ അത് അവൈലബിൾ അല്ല എന്ന് കസ്റ്റമേഴ്സിന് തോന്നിപ്പിച്ചിട്ട് അതിൻ്റെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യുക, അതും ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. താങ്ക് യു.